പലർക്കും നമ്മുടെ രക്ഷാബന്ധൻ്റെ പിന്നിലുള്ള ഐതിഹ്യം അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ രാജസൂയ വേദിയിൽ വെച്ച് ശിശുപാലൻ ശ്രീകൃഷ്ണ ഭഗവാനെ അധിക്ഷേപിച്ചപ്പോൾ ഭഗവാൻ തൻ്റെ സുദർശന ചക്രം കൊണ്ട് ശിശുപാലനെ വധിച്ചു. ആ സമയം എങ്ങനെയോ ചക്രത്തിൽ തട്ടി ശ്രീകൃഷ്ണൻ്റെ മണിബന്ധത്തിൽ ഒരു മുറിവുണ്ടായി. എല്ലാവരും പരിഭ്രമത്തോടെ മുറിവ് കെട്ടാൻ തുണി അന്വേഷിക്കാൻ തുടങ്ങി. ദ്രൗപദി മറ്റൊന്നും ചിന്തിക്കാതെ തൻ്റെ പട്ടുസാരി വലിച്ചു കീറി മണിബന്ധത്തിൽ കെട്ടി. ദ്രൗപദിയുടെ കരയറ്റ സ്നേഹവും ഉത്കണ്ഠയും കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. ശ്രീകൃഷ്ണ ഭഗവാൻ പിന്നീടുള്ള കാലമത്രയും ദ്രൗപദിയുടെ സർവ്വസംരക്ഷണവും സഹോദരനായി തൻ്റെ ചുമതലയാണെന്ന് പ്രഖ്യാപിച്ചു അത്രേ. ശ്രീകൃഷ്ണ ഭഗവാന്റെ മണിബന്ധത്തിൽ ദ്രൗപദി കെട്ടിയ ആ സാരി കഷ്ണത്തിൻ്റെ പ്രതീകമായിട്ടാണത്രേ ഇന്ന് നമ്മൾ രാഖി കെട്ടുന്നത്. വളരെ പവിത്രമായ ഒരാചാരമായി ആണ് രക്ഷാബന്ധൻ അഥവാ രാഖി. ഞങ്ങളും വിളക്കൊക്കെ കത്തിച്ച് രാഖി കെട്ടി ആഘോഷിച്ചു രക്ഷാബന്ധൻ. പക്ഷേ പഴമയിൽ നിന്നും വ്യത്യസ്തമായി ഞങ്ങൾ ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റുകൾ കൈമാറി ഒരു സന്തോഷത്തിന് വേണ്ടി. രണ്ടുപേരുടെയും മുഖത്തിലെ സന്തോഷം കാണാനില്ലേ? അങ്ങനെ എപ്പോഴും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതേപോലെ സ്നേഹത്തോടും സംരക്ഷണയോടുകൂടിയും ഇരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ രക്ഷാബന്ധൻ ഇത്രയും മനോഹരമാക്കാൻ സഹായിച്ച മറ്റൊരാളും കൂടി ഉണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിലെ സമർപ്പൺ എന്ന പേജ്. അവരുടെ രാഖി ഹാമ്പറിൽ നിന്നാണ് ഞങ്ങളുടെ സെലിബ്രേഷൻ്റെ തുടക്കം. അതിൽ രാഖി മാത്രമല്ല, പേഴ്സണലൈസ്ഡ് ആയിട്ടൊരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടായിരുന്നു, ചിരാഗ് ഉണ്ടായിരുന്നു, കുങ്കുമച്ചെപ്പ് ഉണ്ടായിരുന്നു, കുങ്കുമവും വായിക്കാനുള്ള അരിയും ഉണ്ടായിരുന്നു, ഡയറി മിൽക്ക് ഉണ്ടായിരുന്നു. എല്ലാം കൊണ്ടും അതൊരു അടിപൊളി ഹാമ്പറായിരുന്നു. രാഖി ഹാമ്പർ മാത്രമല്ല, അവരുടെ പേജിൽ കുറേ ഗിഫ്റ്റ് ഹാമ്പേഴ്സും റിട്ടേൺ ഗിഫ്റ്റ്സും പല ഗിഫ്റ്റിംഗ് ഐഡിയാസും ഉണ്ട്. സോ പ്ലീസ് ഡു വിസിറ്റ് സമർപ്പൺ ഗിഫ്റ്റിംഗ് പേജ് ഇൻ ഇൻസ്റ്റാഗ്രാം. അപ്പോൾ എല്ലാവർക്കും വീണ്ടും രക്ഷാബന്ധൻ ആശംസകൾ. അപ്പോൾ എൻ്റെ പേജ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ബൈ.